তোকে দায় দাঁড়া তা কেউ বলবে তোকে কিভাবে যত্ন করে শোয়াল তোর যখন সমস্যা দিয়ে গাড়ি কর্মচারী হলে দিন কর ছুটিতে দিয়ে দিচ্ছে গাড়ি রেডি আছে দেখতে পাচ্ছ না সরকার কোমরে দড়িতে কাজ করে। നമസ്കാരം. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അന്തരീക്ഷം എപ്പോഴും നാടകീയവും വൻ വിവാദങ്ങൾ നിറഞ്ഞതുമാണ്. ഭരണത്തിൽ ഇരുന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളികളിലൊന്ന് പ്രാദേശിക നേതാക്കൾ ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത കട്ട് മണി അഥവാ നിയമവിരുദ്ധമായ കമ്മീഷനായിരുന്നു. സർക്കാർ ആനുകൂല്യങ്ങളും ഭവന പദ്ധതികളും സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം ഈ തൃണമൂൽ നേതാക്കൾ തട്ടിയെടുക്കുന്ന ഈ പ്രവണത പാർട്ടിയെ പലപ്പോഴും വലിയ നാണക്കേടിലാക്കിയിട്ടുണ്ട്. അടുത്തിടെ പശ്ചിമ ബംഗാളിലെ ഹൗറയിലും മാതാഭംഗയിലും ഉണ്ടായ രണ്ട് വ്യത്യസ്ത സംഭവങ്ങൾ ഈ അഴിമതി സംസ്കാരത്തിൻ്റെ ആഴവും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ തൃണമൂൽ നേതാക്കൾ നടത്തിയ വിചിത്രമായ ശ്രമങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടി. ഹൗറയിൽ നിന്നുള്ള പ്രാദേശിക തൃണമൂൽ കോൺഗ്രസ് നേതാവായ ബ്രഹ്മാനന്ദ് ചക്രവർത്തി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ അവിചിത്രമായ ശ്രമമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വൻ ചർച്ചയായിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന പദ്ധതികളുടെ ഗുണഭോക്താക്കളിൽ നിന്ന് വൻതോതിൽ കട്ടുമണി വാങ്ങിയെന്ന ഗുരുതരമായ പരാതി തുടർന്നാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. സ്വന്തം വീടും സമ്പാദ്യവും പണയം വെച്ച് വീടിനായി അപേക്ഷിച്ച നിർധനരായ ജനങ്ങളിൽ നിന്നാണ് ഇയാൾ സ്വാധീനം ഉപയോഗിച്ച് പണം തട്ടിയെടുക്കുന്നത്. നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച് അറസ്റ്റ് ചെയ്യാനായി എത്തിയപ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസിനെ കണ്ട വെപ്രാളത്തിൽ ഓടി രക്ഷപ്പെട്ട ബ്രഹ്മാനന്ദ് സമീപത്തുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ അഭയം തേടുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ കണ്ണ് വെട്ടിക്കാനായി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സാരി കൂമ്പാരത്തിനടിയിൽ ഇയാൾ പൂർണ്ണമായും ഒളിച്ചിരുന്നു. എന്നാൽ കടയ്ക്കുള്ളിൽ പോലീസ് നടത്തിയ വിശദമായ തിരച്ചിലിനൊടുവിൽ സാരികൾക്കിടയിൽ ഒളിച്ചിരുന്ന നേതാവിനെ കണ്ടെത്തി. പോലീസുകാർ സാരികൾ ഓരോന്നായി മാറ്റി ഇയാളെ വലിച്ചു പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവ് അഴിമതിക്കേസിൽപ്പെട്ട് സാരികൾക്കിടയിൽ ഒളിക്കേണ്ടി വന്ന അവസ്ഥ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഹൗറയിലെ സംഭവം പാർട്ടിയെ നാണം കെടുത്തിയപ്പോൾ കുച്ച്ബിഹാറിലെ മാതാഭംഗ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള മറ്റൊരു സംഭവം കട്ട്മണി അഴിമതിയുടെ മറ്റു ചില വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു. അവിടുത്തെ TMC കൗൺസിലറായ കക്കലി ഘോഷ് താൻ ജനങ്ങളിൽ നിന്ന് ഭീഷണികളിലൂടെയും സ്വാധീനം ഉപയോഗിച്ചും തട്ടിയെടുത്ത ലക്ഷക്കണക്കിന് രൂപ പരസ്യമായി തിരികെ നൽകുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ദീർഘകാലമായി സാധാരണക്കാരിൽ നിന്ന് ഇവർ പണം പിടുങ്ങുന്നു എന്ന പരാതിയിൽ പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തു നിന്നും വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ജനരോഷം ശക്തമായതോടെ പിടിച്ചുപറിച്ച പണത്തിന്റെ ആദ്യ ഗഡു ഇവർ ഗുണഭോക്താക്കൾക്ക് നേരിട്ടെത്തി തിരികെ നൽകി. എന്നാൽ പണം തിരികെ നൽകിയതോടൊപ്പം തന്നെ പാർട്ടിയിലെ ഉയർന്ന നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാനും കക്കലി ഘോഷ് മറന്നില്ല. പണം അവിഹിതമായി വാങ്ങിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രാദേശിക തൃണമൂൽ യുവജന നേതാവായ നയൻജ്യോതി സാഹയുടെ മേൽ കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചത്. നയൻജ്യോതി സാഹയുടെ കടുത്ത സമ്മർദ്ദവും ഭീഷണിയും കാരണമാണ് താൻ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചത് എന്നും തൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് അയാൾ വേറെയും വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നും കൗൺസിലർ ആരോപിച്ചു. താൻ ഇപ്പോൾ നൽകിയത് ആദ്യ ഗഡു മാത്രമാണെന്നും വരും ദിവസങ്ങളിൽ ബാക്കി തുക ഘട്ടം ഘട്ടമായി പാവപ്പെട്ട ജനങ്ങൾക്ക് തിരികെ നൽകുമെന്നും അവർ ഉറപ്പു നൽകിയിട്ടുണ്ട്. നേതാക്കൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ കാഴ്ച പാർട്ടിക്കുള്ളിലെ വലിയൊരു ആഭ്യന്തര കലഹത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പശ്ചിമ ബംഗാളിൽ കട്ട്മണി വിവാദങ്ങൾ പുതിയതല്ല എങ്കിലും അടുത്ത കാലത്തായി ജനരോഷം ഭയന്ന് നേതാക്കൾ പണം തിരികെ നൽകാൻ തയ്യാറാകുന്നതും പോലീസിനെ കണ്ട് ഒളിച്ചോടുന്നതും വർദ്ധിച്ചു വരികയാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ നേതൃത്വം കർശന നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും താഴെത്തട്ടിലുള്ള പ്രാദേശിക ജനപ്രതിനിധികൾക്കിടയിൽ ഇത്തരം കമ്മീഷൻ രാജ് ഇപ്പോഴും സജീവമാണ് എന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഉയർന്ന നേതാക്കളുടെ സംരക്ഷണയിൽ താഴെത്തട്ടിൽ നടക്കുന്ന ഈ കൊള്ള ഒടുവിൽ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് പലരും പാർട്ടിക്ക് വിധേയരല്ലെന്ന മട്ടിൽ പെരുമാറുന്നത്. ജനക്ഷേമ പദ്ധതികളുടെ ഫണ്ട് തദ്ദേശീയ നേതാക്കൾ സ്വന്തം പോക്കറ്റിലാക്കുമ്പോൾ സാധാരണക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങളാണ് പൂർണ്ണമായും നഷ്ടപ്പെടുന്നത്. നിയമ സംവിധാനങ്ങളെയും സ്വന്തം നാട്ടുകാരെയും ഭയന്ന് വസ്ത്രങ്ങൾക്കിടയിൽ ഒളിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ തരം താഴുന്നത് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല.
അഴിമതിയുടെ പണം തിരികെ നൽകി ജനരോഷത്തിൽ നിന്ന് തടിയുരാൻ ശ്രമിക്കുന്ന കൗൺസിലർമാരുടെ അവസ്ഥ പാർട്ടിയുടെ അടിത്തറ ഇളകുന്നതിന്റെ വ്യക്തമായ ലക്ഷണമാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കട്ട് മണി വിവാദങ്ങളും പ്രാദേശിക നേതാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലവുമാണ് തൃണമൂൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കിയതിൽ ഒരു കാരണം. ഭൂകമ്പ സമാനമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ 15 വർഷത്തെ ഭരണം നഷ്ടപ്പെടുകയും സ്വന്തം മണ്ഡലത്തിൽ പോലും പരാജയം രുചിക്കുകയും ചെയ്ത മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഹൗറയിലെയും മാതാഭംഗയിലെയും ഈ പുതിയ സംഭവ വികാസങ്ങൾ അങ്ങേയറ്റം മാരകമായ ആഘാതമാണ് സമ്മാനിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്താൻ ഏറ്റവും അത്യാവശ്യം ധാർമ്മികമായ പ്രതിച്ഛായയാണ്. എന്നാൽ താഴെത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കൾ കട്ടുമണി അഴിമതിയുടെ പേരിൽ സാരി കൂമ്പാരത്തിനടിയിൽ ഒളിക്കുന്നതും ജനങ്ങൾക്ക് പണം തിരികെ നൽകി മാപ്പ് പറയുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് മമതയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലാണ് ബാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ BJPയുടെ വിജയം അട്ടിമറിയിലൂടെയാണ് എന്നും ജനവിധി ഇപ്പോഴും തങ്ങൾക്കൊപ്പമാണെന്നുമുള്ള നിലപാടാണ് മമത സ്വീകരിച്ചിരുന്നത്. എന്നാൽ കേന്ദ്രഭവന പദ്ധതികളിൽ നിന്ന് പോലും പാവപ്പെട്ടവന്റെ പണം കമ്മീഷനായി തട്ടിയെടുത്ത തൃണമൂൽ നേതാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബംഗാളിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് TMCയെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞത് എന്നതിനുള്ള കൃത്യമായ തെളിവായി ഇത് മാറി. അഴിമതിക്കെതിരായ ജനവിധിയാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്ന പുതിയ സർക്കാരിൻ്റെയും BJPയുടെയും ആരോപണങ്ങൾക്ക് ഈ സംഭവങ്ങൾ 100% കരുത്തു പകർന്നു. തങ്ങളുടെ പരാജയത്തെ രാഷ്ട്രീയമായി ന്യായീകരിക്കാൻ മമത ഉന്നയിച്ചിരുന്ന എല്ലാ വാദങ്ങളുടെയും പതനമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങളും കൂറുമാറ്റ ഭീഷണികളും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മാതാഭംഗയിലെ കൗൺസിലർ കക്കലി ഘോഷ് താൻ പണം പിരിച്ചത് ഉയർന്ന യുവജന നേതാവായ നയൻ ജ്യോതി സാഹയുടെ സമ്മർദ്ദം മൂലമാണെന്ന് പരസ്യമായി വെളിപ്പെടുത്തുന്നത്. അഴിമതിയുടെ ഉത്തരവാദിത്തം പരസ്പരം തലയിൽ കെട്ടിവെച്ച് നേതാക്കൾ തെരുവിൽ തമ്മിലടിക്കുന്നത് മമതാ ബാനർജിക്ക് പാർട്ടിയുടെ മേലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. മുമ്പ് ശാരദ നാരദ കേസുകളും അധ്യാപക നിയമന അഴിമതികളും ഉയർന്നപ്പോഴൊക്കെ താൻ അഴിമതിക്കാരിയല്ല എന്ന മമതയുടെ വ്യക്തിപരമായ കരിഷ്മയും ജനസ്വാധീനവുമാണ് പാർട്ടിയെ താങ്ങി നിർത്തിയിരുന്നത്. എന്നാൽ ഭരണം പോയതോടെ സംരക്ഷണ കവചം നഷ്ടപ്പെട്ട പ്രാദേശിക നേതാക്കൾ പോലീസിനെ ഭയന്ന് സാരികൾക്കിടയിൽ ഒളിക്കുന്നത് പോലെയുള്ള നാടകീയ രംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ഹാസ്യരൂപമാക്കി മാറ്റുന്നു. ഇത് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അണികളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർക്കുകയും ചെയ്യുന്നു. ഭരണത്തിലിരുന്നപ്പോൾ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ച് ഇത്തരം കേസുകളെയും അഴിമതി ആരോപണങ്ങളെയും പ്രതിരോധിക്കുവാൻ മമതയ്ക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഭരണം മാറിയ പുതിയ പശ്ചാത്തലത്തിൽ പോലീസ് കൃത്യമായി ഇടപെടുകയും നേതാക്കളെ ഒളിത്താവളങ്ങളിൽ നിന്ന് വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തങ്ങളെ സംരക്ഷിക്കുവാൻ ഇനി മമതയ്ക്കോ പാർട്ടി നേതൃത്വത്തിനോ കഴിയില്ലെന്ന ഭീതി TMC പ്രവർത്തകർക്ക് ഉണ്ട്. ഇത് പാർട്ടിയിൽ നിന്ന് വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കിനും കാരണമാകും. ഒരു ജനകീയ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയയാണ് എങ്കിലും ഭരണം നഷ്ടപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പാർട്ടി ഒന്നടങ്കം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്ന് തെളിയിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മമതാ ബാനർജിക്ക് രാഷ്ട്രീയമായി ഒരു തിരിച്ചുവരവ് സാധ്യമാക്കാനാവാത്ത വിധം വലിയൊരു മരണാഘാതമാണ് സമ്മാനിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.